പണ്ടാരം സമരക്കാരാ. എന്താടാ ബ്രഹ്മേന്ദ്ര വരച്ചു വെച്ചേക്കണത്? ഒന്ന് ഉറക്കം വായിച്ചേ. അനിയൻ ആഹാ, ഇന്ന് വലിയ ചെത്തിലാണല്ലോ. ഞാൻ ആഘോഷിക്കുകയാണ്. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിനറിയാമോ? ഞാൻ ആദ്യമായി അമ്മുവിനൊരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലി ചതച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. നമ്മുടെ അനുരാഗ നാളുകളിലെ ആ കരിദിനം നമുക്ക് ആഘോഷിക്കണ്ടേ അമ്മു? എന്താ അത് ആഘോഷിക്കുമ്പോഴും തല്ലു കൊള്ളണമെന്നുണ്ടോ? അന്ന് എന്നെ തല്ലി എന്ന് കരുതി ഇനി എന്നെ തല്ലാൻ അവർക്ക് ധൈര്യമുണ്ടാവില്ല. ആ, അത് ശരിയാ. ഇനി തല്ലുകൊണ്ട ഇയാള് ചത്തുപോകുന്ന് അവർക്കറിയാം. അമ്മു ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. അപ്പം മാളുവോ? അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മാളു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയും. അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും. കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കില് ഇക്കൊല്ലം മാളുവിന്റെ വകയാ തല്ല്. അമ്മു, ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല്ലേ. യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം എന്റെ അമ്മുവിനെയാ. എന്നെ അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട. ദേ അവര് പോയിരിക്കുന്നതേ എനിക്ക് കല്യാണം ആലോചിക്കാനാ. ആ കല്യാണം നടക്കത്തില്ല. അല്ല, അത് ചൊവ്വാ ദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മു വിഷമിക്കണ്ട. ഒരു ചൊവ്വാ ദോഷത്തെയും വകവയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ദേ ഈ ചുവന്ന ഷർട്ടിനകത്തുണ്ട്. ഓർത്തോളൂ. നീ വണ്ടിയും തുടച്ചത് പോയ കാര്യം എന്തായി? ഈ കല്യാണം ആരോ മുടക്കി. മുടക്കിയോ? ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ? ഇല്ല, ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം. കണ്ടോ? എന്ത്? ആരെ കാണാനാ പോയത്? ഓ, അതോ കണ്ടു. ആളെങ്ങനെയുണ്ട്? കൊള്ളാം. കണ്ടാ തന്നെ പോലെ ഇരിക്കോ? ഏതാണ്ട്. തന്റെ ഉയരമുണ്ടോ? അല്പം കുറവാ. തന്റെ നിറമുണ്ടോ? അതും അല്പം കുറവാ. പിന്നെന്തിനാ തന്നെ പോലെ ഇരിക്കും പറഞ്ഞത്? എന്താണ് ഇവിടെ? ഏതാണ്ട് ഇയാളെ പോലെ ഇരിക്കും. അയ്യേ, എന്നാ എനിക്കെങ്ങും വേണ്ട. എന്താണ് തെണ്ടി നീ എന്നെ കുറിച്ച് അവളോട് പറഞ്ഞു കൊടുത്തത്? ദേഹത്തൂട്ടാണ്ടല്ലോ ഇടിച്ച് ഇഞ്ച പരുവൊക്കെ ഞാൻ. നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ, നിന്റെ ഇവിടത്തെ പണി ഞാൻ ഇന്നത്തോടെ നിർത്തിത്തരാടാ. ഇന്നത്തോടെ ഞാൻ നിർത്തിത്തരാടാ. നമ്മളെ ചതിക്കാൻ മാത്രം ചങ്കൂറ്റമുള്ളവർ ആരാണോ ഈ നാട്ടിലുള്ളത്? അവരാരായാലും ശരിയാ, കൊത്തി നുറുക്കും ഞാൻ. അങ്ങാട്ട് വോട്ട് ചെയ്യട്ടാ. ഇതല്ലെങ്കിൽ വേറെ 100 എണ്ണം വരും. എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ? ജാതകദോഷം ഒളിപ്പിക്കാൻ കള്ളജാതകം എഴുതിച്ചു എന്ന് വരെ പറഞ്ഞപ്പോ കയ്യും കിട്ടുമെന്ന് കേൾക്കേണ്ടി വന്നില്ലേ? ചതിച്ചവനെ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട്. പൊക്കം കുറഞ്ഞ് കറുത്തിട്ടാണത്രേ. മുഖത്തൊരു കള്ളദൃഷ്ടി ഉണ്ടെന്നാണ് കേട്ടത്. എന്താടാ? ഏയ് ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് എഴുന്നല്ലേ? ഇറങ്ങി പോടാ പോത്തെ. ഓ, കുറേശ്ശെ വിളമ്പി കൊടുക്കടി. അധികം തിന്നാലേ എല്ലിന്റെ ഇടയിൽ കേറും. ഇപ്പൊ തന്നെ നെകളിപ്പ് കൂടുതല. അയ്യ, ചവയ്ക്കുന്ന ചവ കണ്ടില്ലേ? ചവം. നിക്കൂ. ചെറിയ ഇങ്ങനെ ഓരോന്ന് പറയും. അതൊന്നും കാര്യമാക്കണ്ട. ഇയാള് കഴിച്ചോ? വേണ്ട, മതി. അത് പറഞ്ഞാ പറ്റില്ല. ഇരുന്ന് കഴിച്ചേ. നീ പൊയ്ക്കോ, ഞാൻ വിളമ്പി കൊടുക്കാം. കഴിക്ക്.
അമ്മോ ഉം. നിന്നെ വല്യമ്മാവൻ വിളിക്കുന്നു ചെല്ല്. നേരത്തെ ചെല്ല. വേണം എണീക്കാൻ കേട്ടോ. മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ? അതെ, അങ്ങനെ ശീലായി പോയി. ശീലം മാറ്റണ്ട. ഞാനും ഒരു ചെറിയ മുതലാളിയാ. ഞാൻ വിളമ്പിത്തരാം. ദാ, തിന്ന്. ദാ, ഇതൊക്കെ കണ്ടിട്ട് നീ കുറെ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേക്ക്. ദാ, തൈര് മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്ക്. അടിക്കടാ നീ. നീ തന്നെ ഇരുന്ന് തിന്നണ പട്ടി. അയ്യേ കണ്ടവൻ രച്ചിന് വരുത്തിരുന്നോടാ. നിനക്ക് വിശക്കുന്നെങ്കിലേ അടുക്കള വന്ന് ചോദിച്ച് വാങ്ങിച്ച് തിന്നൂടാടാ എരപ്പേ. ആഹാരത്തിന് ഇത്രയും ആർത്തിയോ? പോയി വിളിച്ചോണ്ട് വാടാ. ആരെ? നിന്റെ വീട് വന്നിരിക്കുന്നത് പറ. ആരാടാ അവിടെ? കൊട്ടാരം വീടണെന്നാ പറഞ്ഞത്. ആര്? ഈ കൊടക്കമ്പിയ മുതലാളി. അല്ല, ഇതാര് കൊട്ടാരം വീടരാ? എടാ, നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കുന്നത്. തലയെക്കെട്ടഴിച്ച് അരയെക്കെട്ടാ. യോ എന്റെ ദൈവേ, തമ്പ്രാൻ അകത്തോട്ട് കേറിയിരിക്ക്. കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒക്കെ വീട്ടിൽ കയറിയിരിക്കാൻ വന്നവനല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ, ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എന്താണ് തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടാ? ഉണ്ടിയേട്ടാ, അതിനല്ലേ കൂടിയൊരു വടി. മുതലാളി, ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? വന്ന കാര്യം പറഞ്ഞേച്ചും പോവാൻ നോക്കാം. എടാ, എന്റെ തറവാടാ കൊട്ടാരം വീട്. അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുമെന്ന് പല സ്ഥലത്തും വാദിവെച്ചെന്ന് കേട്ടു. എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നതാ. എന്നാ നേരിട്ട് തന്നെ പറയാം. താൻ കേട്ടത് നേരാ. കൊട്ടാരം വീട് ഞങ്ങൾ തന്നെ ലേലത്തിൽ പിടിക്കും. ഒലത്തും കൊട്ടാരം വീടിന്റെ മുറ്റത്ത് കാല് കുത്താനുള്ള യോഗ്യത നിങ്ങൾക്കൊണ്ടോടാ എംപോക്കികളെ. നിന്നൊക്കെ യോഗ്യത കൊണ്ടാ. എടാ, നിന്റെ യോഗ്യത കൊണ്ടാണല്ലോ സ്വന്തം തറവാട് കരക്കാരൻ ലേലം വിളിക്കണത്. പ്രമാണിമാരാകുമ്പോ പല കേസും ലേലവും ഒക്കെ നടന്നിരിക്കും. പക്ഷെ അതിനിടയിൽ കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയായിരിക്കും. കളിക്കണത് നീയല്ലടാ. അനിയൻ ബാവേനെയും ചേട്ടൻ ബാവേനെയും പഴയ പോലെ തൂമ്പായി എടുപ്പിക്കുമെന്ന് ചെണ്ടയും കൊട്ടി നടക്കണത് നീയല്ലേ? ഞങ്ങളെ പൂട്ടിക്കാരല്ലേ? ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ നീ സമരം ഉണ്ടാക്കിക്കണത്. അതിന്റെ എല്ലാത്തിന്റെയും മറുപടിയാണെന്ന് കൂട്ടിക്കോടാ. എടാ, നിന്റെ തറവാട്ടി ഞങ്ങ കയറി കിടക്കുവാടാ. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. അതെന്നായാലും ഒഴുകണം. എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് തന്നെ ആയിക്കോട്ടടാ. അത് നമുക്ക് കാണാറാ. കാണാടാ. നോക്കി നിൽക്കാതെ പോയി വണ്ടിക്കാറാ. ഓ, നമ്മളോടാ കളി. ഇങ്ങനെ പശു കാടി കുടിക്കുന്ന പോലെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ ടൗണിൽ പോയി 5-10 നല്ല തല്ലുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ? അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. ചേട്ടൻ പാവയും അനിയൻ പാവയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. എടാ, എന്തോ കൊട്ടാരം വീടിന് ബുദ്ധിയില്ല എന്ന് എല്ലാരും പറയും. എന്നാ എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും കാണിച്ചുതരാം. ആ, നീ എന്താടാ ഈ പറയുന്നത്? അതേ മുതലാളി, പ്രേമചന്ദ്രൻ ദേവി തമ്പുരാട്ടിയുടെ മകനാ. ആ, അവനെന്തിനാ ഡ്രൈവർ വേഷം കിട്ടി അവിടെ വന്നത്? ചിലപ്പോ അനിയമ്മാവേയും ചേട്ടമ്മാവേയും കൂട്ടുപിടിച്ച് മുതലാളിയോട് പകരം വീട്ടാനായിരിക്കും. എന്നോട് പകരം വീട്ടാനോ? ആ. എന്തിന്? ദേവി തമ്പുരാട്ടിക്ക് അവകാശപ്പെട്ട വീടാ. 18 വർഷം മുമ്പ് മുതലാളി തട്ടിയെടുത്തതെന്നൊരു അങ്ങാടിപ്പാട്ടുണ്ട്. ആ അങ്ങാടിപ്പാട്ട് എന്റെ മുമ്പിൽ നിന്ന് പാടിയാലുണ്ടല്ലോ, നാക്കി ഞാൻ പിഴുതെടുക്കും. നീ ഒറ്റ ഒരുത്തരായി ഈ വീട്ടിലെ രഹസ്യങ്ങൾ മുഴുവൻ അങ്ങാടി എത്തിക്കും. മറ്റു വീടുകളുടെ രഹസ്യം മുഴുവൻ ഞാൻ ഇവിടെയും കൊണ്ട് തരുന്നില്ലേ? ഓ, ആ രഹസ്യം മുഴുവൻ പുഴുകി തിന്നിട്ടാണല്ലോ ഞാൻ കഴിയുന്നത്. അതെനിക്കറിയില്ലായിരുന്നു. മുറുക്കാൻ തീ. എനിക്കാദ്യമേ അവനെ സംശയം ഉണ്ടായിരുന്നു. 20,01,000 എന്ന് നമ്മളിവിടെ ഉറപ്പിച്ച അന്ന് രാത്രി അവൻ പുറത്തുപോയി. പോയത് നേരെ കൊട്ടാരം വീടിന്റെ അടുത്തേക്കായിരിക്കും. ഉറപ്പാ. അനിയൻ ബാവയും ചേട്ടൻ ബാവയും ഇല്ലടാ അവിടെ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ. നിനക്ക് കിട്ടിയതൊന്നും പോരടാ. എടാന്നോ? തമ്പ്രാനാണ് തമ്പ്രാൻ. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ.
കൊട്ടാരം വീട്ടിലെ ദേവി തമ്പുരാട്ടിയുടെ മകൻ നിങ്ങൾ 25 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചെടുത്തില്ലേ? ആ കൊട്ടാരത്തിന്റെ അവകാശി പ്രേമേന്ദ്ര തമ്പുരാൻ എന്റെ അച്ഛനും അമ്മയൊക്കെ പറ്റിച്ച ഡ്യൂപ്ലിക്കേറ്റ് കൊട്ടാരം വീടിന് എല്ലാം കൈക്കലാക്കി. ഇപ്പൊ താമസിക്കുന്നതേ അതിലും പേര് കേട്ട തറവാട്ടില്ല, ചെമ്പകശ്ശേരിയില്. കുറെ തമ്പ്രാക്കന്മാരും തമ്പ്രാട്ടിമാരൊക്കെ അവിടെ വളഞ്ഞു ചുരുട്ട് കൂടി കിടപ്പുണ്ട്. വല്ലപ്പോഴും അടുപ്പ് പുകയുന്നുണ്ടോ എന്ന് നോക്കി. ഒരു നേരത്തെ മരുന്നെങ്കിലും മുടങ്ങാതെ കൊടുക്കാൻ വേണ്ടിയിട്ടാ ബിരുദവും പെരുമയൊക്കെ കുഴിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, അല്ലാതെ ആരെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല. ചതിച്ച ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം, ഇപ്പൊ തെളിയിച്ചു തരാം. ഈശ്വരപിള്ളേ, കൊണ്ടുപോവനെ. അയ്യോ 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 പറഞ്ഞോളാ പട്ടി. ഇനി എന്നെ തല്ലരുത്, ഞാൻ പറഞ്ഞോളാം. ഇവിടെ 20,01,000 എഴുതിന്ന് എന്നോട് പറഞ്ഞത് ഈ സുന്ദരനാ. അത് പിന്നെ അമ്മാവ, ഞാനൊരു കാഷ്വൽ ടാക്കിൽ ഇംഗ്ലീഷ് പറയുന്നതാ പുല്ലേ. എനിക്ക് ആദ്യമായിട്ട് ജോലി തന്നവരാ നിങ്ങള്. ഞാൻ മനസ്സുകൊണ്ട് പോലും നിങ്ങളെ ചതിക്കില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പോയ ഒരു കാലത്ത് എന്റെ മനസ്സിന് സമാനം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞത്. മുതലാളി വരനോട് ക്ഷമിക്കണം, ഞാൻ പോവുക. ഈശ്വരപിള്ളേ, എന്തോ അവനോട് നിൽക്കാൻ പറയടോ. നീ തല്ലും കൊണ്ട് ആ വഴി പോയിരുന്നെങ്കിൽ നീ അല്ല തെറ്റുകാരനെന്ന് അറിഞ്ഞാലും ഞങ്ങ നിന്നെ തിരിച്ചു വിളിക്കൂല. ഇപ്പൊ നീ കാണിച്ചതാണ് ചങ്കൂറ്റം. അല്ലെങ്കിലും ആണത്തമുള്ള അവന്മാരെ ഞങ്ങൾക്ക് പണ്ടേ ഇഷ്ടമാ. ഇനി നീ എങ്ങും പോകണ്ട, ഇവിടെ നിന്നോ. ഓ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെയായി. ഇതോടെ ആ സുന്ദരനെ കൊണ്ടുള്ള ശല്യം തീർന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വന്ന് പറഞ്ഞൂടെ? അതിന് കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കണോ? അതിനാരാ കള്ളു കുടിച്ചത്? കള്ളു കുടിച്ചത് പോലെ അഭിനയിച്ചതല്ലേ. അമ്മുവിന്റെ അച്ഛന്റെയും ചെറിയച്ഛന്റെയും മുഖത്തു നോക്കി 2 വർത്താനം പറയാൻ ഞാൻ ഇതേ ഒരു മാർഗം കണ്ടുള്ളൂ. അമ്മു എന്താ ഈ നേരത്ത്? ദാ ഇത് തരാമെന്നതാ. വീട്ടിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയായിരുന്നില്ലേ? പറയാതെ എങ്ങനെ കാര്യങ്ങൾ അറിയുന്നേ? അയ്യോ, ഇതൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഇത് വേഗം വീട്ടിലേക്ക് അയച്ചോട്. പ്രേമേന്ദ്ര, ഇത് സംഗതി മറ്റതാണ്. മറ്റതോ? പ്രേമം. അയ്യോ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മഹാ പിശിക്കുക. ചാവാൻ പോവാന്ന് പറഞ്ഞാൽ 10 പൈസ കൊടുക്കില്ല. ആ അവള് നിനക്ക് ഇത്രയും പൈസ തരണമെങ്കിൽ ഇതിലെന്തോ ഉണ്ട്. അന്ന് അവള് നിനക്ക് ചോറ് വിളമ്പി തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ കാശറിഞ്ഞപ്പോ എനിക്കത് ഉറപ്പായി. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞോണ്ട് വരുന്നത്? നീ രക്ഷപ്പെട്ടെന്ന്. എങ്ങനെ? ചേട്ടമ്പാവയുടെ മോൾക്ക് നിന്നെ ഇഷ്ടായ നീ മഹാരാജാവായിന്നാ. എടാ, മുട്ടന്റെ അടുത്ത് മുട്ടണ്ട പോലെ മുട്ടിയാ പിന്നെ ഒന്നിനും മുട്ട് വരത്തില്ല. അങ്ങനെ മുട്ടിയാ മുട്ടുകാല് തല്ലി ഓടിക്കുന്നല്ലേ അവര് പറഞ്ഞിരിക്കുന്നത്. അല്പം ബുദ്ധിമുട്ടണം. മുട്ടണു. ഞാൻ പ്രേമേന്ദ്രനോട് ക്ഷമ ചോദിക്കാൻ വന്നതാ. വലിയ തറവാട്ടിലെയാണെന്നും ബികോം വരെ പഠിച്ചതാണെന്നും ഒക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത് പ്രേമേന്ദ്രന് കുറച്ചുകൂടി നല്ല ജോലി കിട്ടാൻ വേണ്ടിട്ടാ. അതിങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോറി. അതൊന്നും സാരമില്ല. ഇത് വെച്ചോളൂ. വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞേക്ക്. പ്രേമേന്ദ്ര, ഇപ്പോഴാണോടാ എഴുതേക്കുന്നത്? ഇന്നലെ രാത്രി ചെമ്മിങ്കെട്ടിൽ കാവലി അടക്കാൻ വിട്ട് പുലർന്നിട്ടാ വന്നത്.
രാത്രി മുഴുവൻ കാവല്, പകല് മുഴുവൻ ഉറക്കവും, സമയം കിട്ടിയ പ്രേമവും അല്ലേടാ? എന്ത് ധൈര്യത്തിലാടാ നീ ചേട്ടൻ ബാവയുടെ മോളെ കയറി പ്രേമിച്ചത്? അയ്യോ മുതലാളി, ഞാൻ പ്രേമിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ ആരും പ്രേമിച്ചിട്ടില്ല. പ്രേമിച്ചിട്ടില്ലേ? ഇല്ല, പ്രേമം എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഹ! എന്റെ മോളെ കണ്ണും കൈയും കാണിച്ചു മയക്കിയിട്ട് ഇപ്പൊ ചതിക്കാനും നോക്കണ. വരാൻ പറയടാ, നിന്റെ തന്തയോടും തള്ളയോടും ഇപ്പൊ തന്നെ വരാൻ പറ. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. ഇന്ന് തന്നെ പോയി അവരെ കൂട്ടിക്കൊണ്ട് വാ. അവരെല്ലാം സുഖമില്ലാതെ കിടപ്പില്ല, യാത്ര ചെയ്യാൻ പറ്റില്ല. ആഹാ, എന്നാ നമുക്ക് അങ്ങാട്ട് പോകാം. വേഗം കുപ്പായ മാറ്റി വാ. എന്താടോ? ഒന്നുമില്ല. വെടികൊണ്ട പന്നിയെപ്പോലെ നിൽക്കാതെ വേഗം പോയി റെഡിയാവാൻ നോക്കടാ. നിന്റെ വീട്ടിൽ വന്ന് ചേട്ടമ്പാവ പറയാൻ പോകുന്ന എന്താണെന്നറിയൂ? നിന്റെയും അമ്മൂന്റെയും കല്യാണക്കാരും. അതേടാ, താൻ എന്തായി പറയുന്നത്? അമ്മൂനെ നിനക്ക് കെട്ടിച്ചു തരാൻ ചേട്ടൻ ബാവയും അനിയൻ ബാവയും അമ്മയും എല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതാടാ ചേട്ടൻ ബാവി അനിയൻ ബാവി. അവര് തീരുമാനിക്കുന്നത് എന്താണ് ഈശ്വരന് പോലും പിടികിട്ടില്ല. എന്നാലും പിള്ളച്ചേട്ടാ, ഇതെങ്ങനെ സംഭവിച്ചു? അവള് കരഞ്ഞു വിളിച്ച് ബഹളുണ്ടാക്കി. നിന്നെ കിട്ടിയില്ലെങ്കിൽ ചത്തു കളയെന്ന് പറഞ്ഞു. ആ പാവ ഒരുപാട് തല്ലും കൊണ്ടു. എല്ലാം നിനക്ക് വേണ്ടിയാ. ഇതിന് മാത്രം ഞാൻ എന്ത് പുണ്യം ചെയ്തു പിള്ളച്ചേട്ടാ? അമ്മൂനോടും മാളൂരോടെന്ന പോലെ ഒരു തമാശയായിട്ടാ ഞാൻ. ഒക്കെ ഈശ്വരനിശ്ചയാന്ന് കൂട്ടിയാ മതി. കൊട്ടാരം വീട്ടിലെ സന്തതി ഇവിടെ ഡ്രൈവറായിട്ട് വരാനും ഇവിടത്തെ പെണ്ണിനെ കെട്ടാനും ഒക്കെ ഓരോ നിയോഗങ്ങളാ. വെറുതെ ഒന്ന് സമയം കളാതെ വേഗം റെഡി ആയിട്ട് വാ. നമുക്ക് എന്റെ വീട്ടിൽ പോണ്ടേ? ആ ചേട്ടാ, നമുക്ക് അവനോടൊന്ന് സംസാരിക്കണ്ടേ? ഞാൻ അവനോട് സംസാരിച്ചാ വരണേ. ആഹാ, ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ അപ്പൊ ഞാനൊന്നും പറയണ്ടേ? ഹ, ഞാൻ പറഞ്ഞാലും നീ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയല്ലേടാ. ഇനി ഇതാ പാട്, എനിക്കൊന്നും ചെയ്യാൻ കിട്ടൂല. എല്ലാം ചേട്ടൻ ഒറ്റയ്ക്ക് കയറി ഒരു ചെയ്യല. എടാ, ഇനി വൈകിക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ അവന്റെ വീട് വരെ ഒന്ന് പോവാം. അല്ല, ഇന്നലെ കൃഷി ഓഫീസർ വരണത്. അയാ വരുമ്പോ നമ്മ ഇവിടെ ഇല്ലാണ്ടിരുന്ന. ഓ, ഞാനത് മറന്നു. ഏതായാലും തീരുമാനിച്ചത് മാറ്റണ്ട. ഞാൻ പോയേച്ചും വരാം. കൃഷി ഓഫീസർ വരുമ്പോ നീ ഇവിടെ ഉണ്ടായാ മതി. അത് ശരിയാണ്. ആ. മുമ്പേ എന്തിനാ രണ്ടാളും കൂടെ അങ്ങോട്ട് പോണത്? ആരെങ്കിലും ഒരാൾ പോയാ പോരെ. അപ്പൊ ചേട്ടൻ പോയച്ചു വാ.